എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് വീട് വാടകയ്ക്ക് കൊടുക്കുമ്പോഴും ജോലിക്കാരെ എടുക്കുമ്പോഴും ഇനി ഭയപ്പെടേണ്ട ആവശ്യമില്ല. എല്ലാം കേരള പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുന്നതാണ്. ഇതിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. വീട് വാടകയ്ക്ക് കൊടുക്കുമ്പോഴും ഡ്രൈവറെയും ജോലിക്കാരെയും നിയമിക്കുമ്പോഴുമെല്ലാം തന്നെ നമ്മൾ ഒന്നുകൂടി ആലോചിക്കാറുണ്ട്. സുരക്ഷയെക്കുറിച്ച് നന്നായി ചിന്തിച്ച ശേഷമാണ് അവ ചെയ്യുന്നത്. എന്നാൽ അതിനൊരു പരിഹാരമായാണ് ഇപ്പോൾ കേരള പോലീസ് എത്തിയിരിക്കുന്നത്. ഒരു നിശ്ചിത തുക ഓൺലൈനായിട്ട് അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ജോലിക്കെടുക്കുന്നവരുടെ അടക്കം പശ്ചാത്തലം പരിശോധിച്ച് പോലീസ് വിവരം നൽകുന്നതാണ്. പോലീസിൻ്റെ ടെലികമ്മ്യൂണിക്കേഷൻ ആൻഡ് ടെക്നോളജി വിഭാഗം വികസിപ്പിച്ചെടുത്ത ഈ ഓൺലൈൻ സംവിധാനത്തിന് സംസ്ഥാന പോലീസ് മേധാവി തുടക്കം കുറിച്ചിരിക്കുകയാണ്. പോലീസിൻ്റെ സിറ്റിസൺ സർവീസ് പോർട്ടലായിട്ടുള്ള തുണയിലൂടെയും മൊബൈൽ ആപ്പായിട്ടുള്ള പേൽ ആപ്പിലൂടെയും പൊതുജനങ്ങൾക്ക് ഈ സേവനങ്ങൾ ഉപയോഗിക്കാവുന്നതാണ്. ജോലിക്കാരുടെ വിശദാംശങ്ങൾ നൽകിയാൽ പോലീസ് വകുപ്പിൻ്റെ ക്രൈം ഡാറ്റാബേസിൻ്റെ സഹായത്തോടുകൂടി അയാൾ ഏതെങ്കിലും തരത്തിലുള്ള ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കുവാൻ സാധിക്കുന്നതാണ്. പോലീസ് ഇത്തരം ഒരു സേവനം ഓൺലൈനായിട്ട് നൽകുന്നത് ഇതാദ്യമായിട്ടാണ്. നടപടിക്രമത്തിലെ ഓരോ ഘട്ടവും അതത് ഉദ്യോഗസ്ഥർ നിരീക്ഷിക്കുന്നതിനാൽ സേവനം വേഗത്തിലും ഫലപ്രദവുമായിരിക്കും. സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് പൊതുജനങ്ങളെ സഹായിക്കുകയാണ് ലക്ഷ്യമെന്നാണ് റവാദ ചന്ദ്രശേഖരൻ വ്യക്തമാക്കിയിരിക്കുന്നത്. പൊതുജനങ്ങൾക്ക് വീട്ടുകാരുടെയും അതോടൊപ്പം തന്നെ വാടകക്കാരുടെയും വിവരങ്ങൾ തുണ പേൽ ആപ്പ് ഉപയോഗിച്ച് നൽകാവുന്നതാണ്. കമ്പനികൾക്ക് തുണ വഴി വിവരങ്ങളും നൽകാവുന്നതാണ്. വ്യക്തികളുടെ വിശദാംശങ്ങൾ, ആധാർ, ജോലിയെക്കുറിച്ചുള്ള വിവരങ്ങൾ, അതോടൊപ്പം തന്നെ 1500 രൂപ ഫീസ് എന്നിവ അറിയുന്നതിന് വേണ്ടി നൽകേണ്ടതാണ്. വ്യക്തികളുടെ ഐഡന്റിറ്റി, വിലാസം, ക്രിമിനൽ പശ്ചാത്തലം എന്നിവ ലോക്കൽ പോലീസ് അന്വേഷിക്കുന്നതാണ്. പരിശോധന പൂർത്തീകരിക്കുന്നതനുസരിച്ച് യൂണിറ്റ് മേധാവി വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് നൽകുന്നതാണ്. ജീവനക്കാരുടെ വെരിഫിക്കേഷനുമായി ബന്ധപ്പെടുത്തിയുള്ള അപേക്ഷ സർക്കാർ വകുപ്പുകൾക്കും സ്ഥാപനങ്ങൾക്കും സൗജന്യ സംഘടനകൾക്കും തുണ വഴി കൈമാറാവുന്നതാണ്. സ്വകാര്യ സ്ഥാപനങ്ങൾ 1500 രൂപ നൽകേണ്ടതായിട്ടുണ്ട്. അപേക്ഷ ജില്ലാ പോലീസ് ഓഫീസ് പ്രോസസ്സ് ചെയ്യുകയും ലോക്കൽ പോലീസ് സ്റ്റേഷനുകളിലേക്ക് കൂടുതൽ പരിശോധനകൾക്കായിട്ട് അയക്കുകയും ചെയ്യുന്നതാണ്. വിജയകരമായിട്ട് പരിശോധനകൾക്ക് ശേഷം ജില്ലാ പോലീസ് മേധാവിയോ അംഗീകൃത ഉദ്യോഗസ്ഥനോ സർട്ടിഫിക്കറ്റ് നൽകുന്നതാണ്. അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റു ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.